നമസ്കാരം. നമുക്കിന്ന് ഇടുക്കി ജില്ലയിലെ രാമക്കൽ മേട്ടിലേക്ക് യാത്ര ആരംഭിക്കാം. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് രാമക്കൽ മേട്. ആ രാമക്കൽ മേടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്കിന്ന് ആരംഭിക്കാം. രാമക്കൽ മേടിൻ്റെ ജംഗ്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള കുറച്ച് ചെറിയ കടകളും അതുമായി ബന്ധപ്പെട്ട് കുറേ ടൂറിസ്റ്റുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അവിടെ ഉള്ള സ്ഥലങ്ങളെ രേഖപ്പെടുത്തുന്ന ബോർഡുകളും, അവിടെ ഒരു ജംഗ്ഷനിലെ കുറേ ടാക്സികൾ അവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകളെ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനപ്പുറത്തൊരു റിസോർട്ട് ഉൾപ്പെടെ ഈ ദൃശ്യങ്ങൾ നമുക്ക് ദർശിക്കാം. പഴയ രാമക്കൽ മേടിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് ഈ ജംഗ്ഷനിലുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു ജംഗ്ഷനിൽ ഒരു ക്ഷേത്രവുമുണ്ട്. അവിടെ വിവിധ സ്ഥലങ്ങൾ കാണുന്നതിന് വേണ്ടിയുള്ള ബോർഡ്, അതുപോലെ നല്ല പൂക്കള്, ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് അവിടെ കണ്ടു. അവിടെ നിന്നുള്ള നമ്മളെ മുകളിലേക്ക് രാമക്കൽ മേട്ടിലേക്ക് കയറുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വ്യൂ, അവിടേക്ക് സഞ്ചാരികൾ കടന്നു വരുന്നതും വിശാലമായിട്ടുള്ള നല്ല ഒരു ദൃശ്യമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. നമ്മൾ രാമക്കൽ മേട്ടിലേക്ക് കയറുന്ന സമയത്ത് ഇരു സൈഡുകളിലും പച്ചപ്പ് വിരിച്ച ആ സ്ഥലങ്ങൾ, ഇത് ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളും ഒക്കെ വളരെ ഭംഗിയുള്ളതാണ്. എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ ടൂറിസം വകുപ്പാണ് ഈ പ്രോജക്റ്റ് നടത്തുന്നത്. അതിൽ രാമക്കൽ മേടിൻ്റെ വളരെ സൗന്ദര്യം ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. എപ്പോഴും നല്ല കാറ്റ്, അങ്ങനെ മന്ദമാരുതൻ അങ്ങനെ തഴുകിപ്പോകുന്ന ആ ഒരു സുഖം അത് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. അതിനോട് നമുക്കറിയാം അവിടെ ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടർ ഗേറ്റിൻ്റെ അവിടമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. വിശാലമായ ഒരു കൽക്കെട്ട്, വലിയൊരു നിർമ്മാണം അവിടെ നമുക്ക് കണ്ടു. അതുകൊണ്ടൊക്കെ കാറ്റടിച്ച് വളരെ സന്തോഷം മനസ്സിന് നൽകുന്ന, കുളിർമ നൽകുന്ന ഒരു അന്തരീക്ഷം, മൂളി നിൽക്കുന്ന കാറ്റാണ്. നമ്മുടെ ചെവിയിലേക്ക് ഇങ്ങനെ മൂളി പാട്ടുപാടുന്ന കാറ്റിനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അത് അവിടെ നിന്നുള്ള ഒരു ദീർഘദൃഷ്ടിയിലുള്ള ഒരു വിഷ്വല്, അവിടെ നിന്ന് മറ്റുള്ള മലയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ എത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് രാമക്കൽ മേടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതൊരാളിനും അവിടേക്ക് ചെല്ലുമ്പോൾ എത്ര മനസ്സിൻ്റെ പ്രശ്നമുണ്ടെങ്കിലും ആ ജീപ്പിൽ കയറി നമ്മൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ മുകൾ വശമാണിത്. അവിടെ നിന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സൂയിസൈഡ് പോയിന്റ് പോലെയാണ് അത് തോന്നുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കാണുന്നത് കമ്പം, ആ കമ്പത്തു കൂടിയാണ് അരിക്കൊമ്പൻ ഇങ്ങനെ വാണരുളി നടന്ന സ്ഥലമാണിത്. ആ അരിക്കൊമ്പൻ നിന്ന സ്ഥലത്തിന് അതിൻ്റെ മുകളിൽ, ആ പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് നമ്മൾ തമിഴ്നാടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആ തമിഴ്നാടിൻ്റെ ദൃശ്യങ്ങൾ, അതിലെ കോടമഞ്ഞിങ്ങനെ പറന്നിറങ്ങുന്ന ആ ദൃശ്യങ്ങൾ, അത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയാണ്. അവിടെ നിൽക്കുന്ന ആളുകൾ, ടൂറിസ്റ്റുകളാണ് അവിടെ നിൽക്കുന്നവർക്ക് നമുക്ക് കണ്ടു നോക്കണം. അവരെല്ലാം കാറ്റിനെ തഴുകിക്കൊണ്ട് അവിടെ നിന്ന് വീഡിയോ ചിത്രീകരിക്കുന്നതും ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു സൂയിസൈഡ് പോയിന്റ് പോണൊക്കെയാണ് അത് കാണാൻ കഴിയുക. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ആ ദൃശ്യങ്ങൾ, നമുക്ക് തമിഴ്നാടിൻ്റെ ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ തീപ്പെട്ടികൾ പോണൊക്കെയാണ് അവിടെയുള്ള കെട്ടിടങ്ങൾ നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്നത്. അത്ര ഉയരം കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ അത്ര മനോഹരമായിട്ട് ആ കെട്ടിടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും. ആ കെട്ടിടങ്ങൾ എത്ര തീപ്പെട്ടി പോണൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കെട്ടിടങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് ദർശിക്കാൻ കഴിയുക. അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ, ഫോക്കസ് ചെയ്തെടുക്കുമ്പോൾ അതിൽ ചെറിയ എന്തോ വേസ്റ്റ് തള്ളിയിരിക്കുന്നത് പോണക്കുള്ള സ്ഥലങ്ങളാണ്. ഫോറസ്റ്റ്, അതിലാണ് അരിക്കൊമ്പൻ വാണിരുന്നത്. അരിക്കൊമ്പൻ അവിടെ നമ്മുടെ കമ്പത്ത് ഇറങ്ങിയപ്പോൾ ഈ സ്ഥലത്തു കൂടിയാണ് പോയത്. ഇത് മുഴുവൻ ഇവിടെ നിന്ന് കാണുന്ന സഞ്ചാരികളെ നമുക്ക് കാണാൻ കഴിയും. ഇത് രാവിലെ തന്നെയുള്ള ദൃശ്യങ്ങളായപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ എത്തിയവര് ഇവിടെ നിന്ന് ആ പാറക്കെട്ടുകൾ കണ്ട് അങ്ങനെ തമിഴ്നാടിനെ ദർശിച്ച് എത്ര മനോഹരമായിട്ടുള്ള ആ മേഘങ്ങളൊക്കെ നമ്മളൊന്ന് കാണണം. അത്ര രസാവഹമായ മേഘങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിട്ടുമാറാത്ത
ആ ഒരു ആഗ്രഹം വീണ്ടും വീണ്ടും രാമക്കൽമേട്ടിലേക്ക് വരുന്നതിനുള്ള എത്ര മനോഹരമായ ചെടിയാണ് അവിടെ നിൽക്കുന്നത്. നമ്മൾ ഒന്ന് കണ്ടു നോക്കണം. ഇത് ദന്തപാല എന്ന് പറയുന്ന ഒരു മരം നമുക്ക് അവിടെ കാണാം. എന്നിട്ട് ഈ കാണുന്ന കാറ്റടിച്ച് നിൽക്കുന്നത് ദന്തപാല അല്ലെങ്കിൽ ആടുതീണ്ടാപ്പാല എന്നാണ് അതിന് പറയുന്നത്. അത് വായിലിട്ട് ചവച്ചു കഴിഞ്ഞാൽ പല്ലിന് 10 വർഷത്തേക്ക് ഒരു കേടും ഉണ്ടാവില്ല. പക്ഷെ ഭയങ്കരമായിട്ടുള്ള അതിന്റെ എരിവ് ആ ചെടിയുടെ ഇലയ്ക്കുണ്ട്. അത് നമ്മൾ തന്നെ അത് പരീക്ഷിച്ച് നോക്കി എത്ര നന്നായിരിക്കുന്ന ചില ആയുർവേദ സസ്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ദന്തപാലയൊക്കെ നമ്മുടെ സിറോസിസ് പോലുള്ള അസുഖത്തിന് വെളിച്ചെണ്ണയും ദന്തപാലയൊക്കെ പ്രധാന ഘടകമാണ്. അവിടെ നിന്നുള്ള വളരെ നല്ല ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണുന്നത് നമ്മുടെ രാമക്കൽമേടിന്റെ ദൂരെ നിന്നുള്ള ദൃശ്യമാണ്. അവിടെ ഒരു സൂസൈഡ് പോയിന്റ് ഉണ്ട്. അതിന്റെ ഏറ്റവും മുകളിലത്തെ മല നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാറ്റാടിപ്പാടത്തേക്കാണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. ആ കാറ്റാടിപ്പാടത്ത് നിന്നുകൊണ്ട് അവിടെ ആ കാറ്റിന്റെ ശക്തി അവിടെ നിൽക്കുന്ന ആളുകൾ അവരെ നമുക്ക് കാണാം ആ കാറ്റിന്റെ ശക്തി എത്ര മാത്രമാണെന്ന്. പക്ഷേ കേരളം ഇന്ന് മനോഹരമായിട്ട് അവിടെ കാറ്റാടികൾ നിർമ്മിച്ചുകൊണ്ട്, ഇത് പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെന്നാണ് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ വളരെയധികം കറണ്ട് അവിടെ നിന്ന് ആ കാറ്റിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു ബുദ്ധി എന്തായാലും കേരളത്തിൽ ഉള്ള ആളുകൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. ഇതിന് തൊട്ട് താഴെയായി നമ്മൾ കാണുമ്പോൾ തേനി ഭാഗത്തായിട്ട് അത് നമുക്ക് അടുത്ത താഴെയുള്ള കാറ്റാടികൾ കറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ തേനി ഭാഗത്തുള്ള ആ ദൃശ്യവും ഈ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ദർശിക്കാം.